കൊണ്ട് കേസിനൊന്നും പോകാൻ ചെയ്യാവൂല. കുട്ടികളുടെ 2 പെൺകുട്ടികൾ ഞാൻ സ്വന്തമാണുള്ളത്. ശാപം കൊടുക്കുവാൻ തരപ്പെട്ടത് സാരം ഖുർആനിൽ വിലക്കിട്ടത് റബ്ബ് വിലക്കിട്ടത്. തന്നെ പോലെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്നാണ് യേശു ക്രിസ്തു പറഞ്ഞത്. എന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതോ, അയൽവാസി വിശന്നിരിക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്ന്. അങ്ങനെയെന്നാൽ നീ ഇസ്ലാമും മുസ്ലിമും ഒന്നും അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഭക്ഷണം നൽകുന്നത് മാത്രമല്ല, അയൽവാസിയോട് മറ്റൊരു അയൽവാസി എത്തരത്തിൽ വർത്തിക്കണം എന്നുള്ളതിൻ്റെ കാതലായ വശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഇതിൽ മറ്റെല്ലാം അടങ്ങിയിരിക്കുന്നു. പുഞ്ചിരി പോലും സ്വതക്കയാണെന്ന് പറഞ്ഞ നബി തങ്ങളുടെ വാക്ക് പോലും ധിക്കരിച്ചാണ് ചില അയൽവാസികൾ മറ്റു ചില അയൽവാസികളെ ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്നത്. നടക്കാൻ വഴി നൽകാതെ, വെള്ളം തടസ്സപ്പെടുത്തിയും എന്നിങ്ങനെ ശാപം ലഭിക്കുവാനും മാത്രമുള്ളതാണതെല്ലാം. അത്തരത്തിലാണ് ഖദീസമ്മയുടെ വിഷമം. 9 വർഷങ്ങൾക്ക് മുമ്പ് തനിക്കുണ്ടായിരുന്ന വഴി അയൽവാസി അടച്ചതിന് ശേഷം മതിൽ ചാടിക്കടന്നാണ് ഖദീസുമ്മ തൻ്റെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയെങ്കിലും പുറത്തു പോകുന്നത്. മറ്റൊരു ആൺതുണയില്ല ഈ ഉമ്മാക്ക്. 2 പെൺകുട്ടികളാണുള്ളത്. നടവഴി ലഭിക്കുവാൻ വേണ്ടി കയറിയിറങ്ങാത്ത സ്ഥാപനങ്ങളില്ല. അവരെല്ലാം പറഞ്ഞത് കേസ് കൊടുത്താൽ ഇതിനൊരു പരിഹാരമുണ്ടാകുമെന്നാണ്. പക്ഷേ കേസിന് നടക്കാൻ എനിക്കാരുമില്ല എന്നുള്ള വേദനിപ്പിക്കുന്ന വാക്കാണ് ഖദീസുമ്മ പറഞ്ഞത്. ഈ വാക്കുകൾ പറയുമ്പോഴും ഖദീസമ്മയുടെ കൽബ് പിടഞ്ഞ കണ്ണീർ ആ കവിൾത്തടത്തിലൂടെ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. എന്തൊരു ദയനീയ അവസ്ഥയാണിത്. മധ്യവയസ്കയായ ഒരു സ്ത്രീ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകാൻ വഴിയില്ലാതെ 9 വർഷത്തോളമായി നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇത്തരത്തിൽ വിഷമം അനുഭവിച്ചു വരുന്നു. ഇത് സ്വന്തം അയൽവാസികൾ ഇത്ര വർഷത്തോളം കണ്ടു നിന്നിട്ടും അവരുടെ മനസ്സിന് യാതൊരു ചാഞ്ചാട്ടവും ഉണ്ടായില്ല എന്ന് പറഞ്ഞതും ഇവർ മനുഷ്യർ തന്നെയാണോ എന്നുള്ള കാര്യം സംശയത്തിലാക്കുകയാണ് ചെയ്യുന്നത്. പ്രയാസം മനുഷ്യന് പരീക്ഷണമായാണ് അള്ളാഹു നൽകുന്നത്. രോഗവും കടവുമൊക്കെയായി അതങ്ങനെ നീണ്ടു നിൽക്കും. പക്ഷേ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ തൻ്റെ സഹജീവി അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് കണ്ട് പുഞ്ചിരിക്കുന്ന മനുഷ്യർ എങ്ങനെയാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള മാനസികാവസ്ഥ ലഭിച്ചത്? 9 വർഷത്തോളമായിട്ടും ഖദീസുമ്മ ഇപ്പോഴും മതിൽ ചാടിക്കടന്നുകൊണ്ട് തൻ്റെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് പോയി വരുന്നത് ഇവർ കണ്ടു നിന്നിട്ടും ഖദീസുമ്മയുടെ കാര്യത്തിൽ യാതൊരു മനസ്സലിവും ഇതുവരെ ഇവർക്ക് വന്നില്ലേ? ഖദീസുമ്മക്ക് നടക്കാൻ അല്പം വഴി നൽകൂ സഹോദരങ്ങളെ. ആ നിങ്ങളുടെ തീരുമാനം നിങ്ങളുടെ പരലോകത്ത് വലിയ നേട്ടമായി നിങ്ങൾക്ക് കാണാൻ കഴിയും. അല്ലാത്ത പക്ഷം എത്ര വലിയ നന്മ നിങ്ങൾ ചെയ്യുകയാണെങ്കിലും ഈ ഉമ്മയുടെ കണ്ണീര് അതിനെല്ലാം വിലങ്ങ് തടിയായി മാറും. മനുഷ്യാവകാശ കമ്മീഷനിലും മുഖ്യമന്ത്രിക്കും പിന്നെ അദാലത്തിലും വനിതാ കമ്മീഷനിലൊക്കെ കൊടുത്ത് പിന്നെ ഓല് പറയുന്നത് നിങ്ങൾ കേസ് കൊടുത്താൽ നിങ്ങൾക്ക് ഇതായി കിട്ടുമെന്ന്. കേസ് കൊടുക്കാൻ എനിക്ക് ആളില്ല. ഞാൻ സ്വന്തമാണ് ഈ വീട്ടിലുള്ളത്. എന്നെ കൊണ്ട് കേസിനൊന്നും പോകാൻ ചെയ്യാവൂല. അതുകൊണ്ട് പിന്നെ ഞാൻ കേസൊന്നും കൊടുക്കാൻ പോയില്ല. പോകാൻ വരാൻ ബുദ്ധിമുട്ടാണ്. എനിക്ക് ഒരാൾ സാധനമായി കൊണ്ട് തരാനില്ല. ഞാൻ തന്നെ പോകണം. അത് അല്ലാണ്ടായ പുറത്തിറങ്ങാനായില്ല. രാത്രി ഞാൻ പുറത്തിറങ്ങാനായില്ല. അങ്ങനത്തെ അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ ഇതിന് നടക്കാനും ചെയ്യാളില്ല. കുട്ടികളുടെ 2 പെൺകുട്ടികൾ ഞാൻ സ്വന്തമാണുള്ളത്. എന്താ ഞാൻ ചെയ്യേണ്ടത് എനിക്കറിയില്ല. എല്ലാവരും ഇതിൽ പിന്നെ ഇടപെട്ട് MLA-മാരും എല്ലാവരും ഇടപെട്ട് ആരും ഒന്നും ചെയ്തു തന്നില്ല. എത്രയോ പ്രാവശ്യം MLA-മാരുടെ അടുത്ത് ഞാൻ പോയി. ഓല് വന്ന് നോക്കിയൊക്കെ ചെയ്താൽ ഓലൊക്കെ വന്ന് നോക്കിയാക്കി തരാമെന്നൊക്കെ പറയും. ഇങ്ങോട്ടാന്ന് വെച്ചാൽ ഒരാൾക്ക് ഇങ്ങോട്ട് എത്തിപ്പെടാൻ പണിയാണ്. ഈ കരണ്ട് ബില്ലുകാർ വന്നാൽ എന്നും എടുങ്ങാറാവും. ഓലിങ്ങനെ വിളിക്കും, നിങ്ങളെ വീട് എവിടെയാണ്, അവിടത്തോളം വന്നല്ലേ ഇല്ല വരേണ്ടത്, വരാൻ വയ്യ കാണില്ല, നിങ്ങളെ വീട് എവിടെയാണെന്ന് വെച്ചിട്ട് എപ്പോഴും ഇങ്ങനെ വിളിച്ചിട്ട് ഒരു ബുദ്ധിമുട്ടായാലും ഒരു പ്രാവശ്യം വരണ ലൈക്കൂല പിന്നെ വരികയാണ്.